find the area of the region under the graph f of x is equal to 4 minus x square on the interval minus closed interval minus 2 to 1. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. f of x is equal to 4 minus x square എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഊഹിക്കാം ഇതൊരു പരാബോള ആയിരിക്കും. പരാബോളയുടെ തുകയാണ് വരച്ചിട്ടുള്ളത്. ഇന്റർവെല്ലിന്റെ വേരിയേഷൻ എക്സ് വേരി ചെയ്യുന്നത് -2 to +1 വരെയാണ്. സോ -2 to +1. ഈ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല നമുക്കിപ്പോൾ അറിയാം. ഏരിയ ഫോർമുല ഇതാണ്: ലിമിറ്റ് ഇന്റൻസിറ്റി സിഗ്മ k = 1 to n f of ck into delta x. ഇതിലോട്ട് എത്തുന്നതിനേക്കാൾ മുമ്പ് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. -2 to 1 എന്ന പോർഷനെ ആദ്യം പാർട്ടീഷൻ ചെയ്യണം. പാർട്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈക്വൽ ഇന്റർവെൽസ് ആയിട്ട് മുറിക്കണം. അപ്പോൾ ഓരോ ഇന്റർവെല്ലും എത്ര ഡിസ്റ്റൻസിലായിരിക്കണം എന്ന് കണ്ടുപിടിക്കാൻ ഡെൽറ്റ x is equal to b minus a by n ചെയ്താൽ മതി. b എന്ന് പറഞ്ഞാൽ 1 ഉം a എന്ന് പറഞ്ഞാൽ -2 ആണ്. സോ 1 minus -2 by n is equal to 3 by n. ഇതാണ് ഡെൽറ്റ x. then partition points എഴുതണം. എന്ന് പറഞ്ഞാൽ ഇതാണ് x0. then ഒരു പാർട്ടീഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. x1 വേറെ പാർട്ടീഷൻ ഉണ്ടാവും, x2 x3 x4 അങ്ങനെ പോയിന്റ്സുകൾ ഉണ്ട്. ആ പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് ഇപ്പോൾ നമ്മൾ x0 ആയിട്ട് എടുക്കുക. അതാണ് നമ്മുടെ a. സോ x0 is equal to -2. x1 എന്ന് പറഞ്ഞാൽ ഈ -2ന്റെ കൂടെ ഇതിനെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുകയാണെങ്കിൽ x0 x1 x2 അങ്ങനെയാണല്ലോ പറയണേ. ഇതിലെ ഓരോ ഡിസ്റ്റൻസും, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ? നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള 3 by n ആണ്. ഈ ഡിസ്റ്റൻസ് 3 by n ആണ്. ഈ ഡിസ്റ്റൻസ് 3 by n ആണ്. ഓരോ ഡിസ്റ്റൻസുകളും 3 by n കളാണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ x0 എന്ന് പറഞ്ഞാൽ a ആണ്, ദാറ്റ് ഈസ് ക്ലോസ് ഇന്റർവെല്ലിലെ -2. ദെൻ x0ന്റെ കൂടെ നമ്മുടെ ഡിസ്റ്റൻസ് കൂട്ടണം, 3 by n കൂട്ടണം. അപ്പോൾ അതാണ് x1. x1 is equal to x0 plus delta x, that is -2 plus 3 by n. x2 is equal to, ശരിക്കും പറയുകയാണെങ്കിൽ x1ന്റെ കൂടെ 3 by n കൂട്ടുക. അതിന് വേറെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ x0ന്റെ കൂടെ 2 പ്രാവശ്യം 3 by n കൂട്ടുക. അതായത് x2 is equal to -2 plus 2 into 3 by n. and in general xk എന്ന് പറയുന്നത് എന്തായിരിക്കും? -2ന്റെ കൂടെ k times 3 by n കൂട്ടുക. and x1 is equal to 1. അപ്പോൾ xk കിട്ടി. ഇനി അറിയാലോ, ഒരു ck വേണം. ആ ck നമ്മൾ കിട്ടുന്നത് എവിടുന്നാണ്? xk ൽ. ഉദാഹരണത്തിന് ഇങ്ങനെ എടുക്കുന്നു ഗ്രാഫ്. ഇതാണ് എന്റെ ck എന്ന് വിചാരിക്കുക. സോ ഇതാണ് എന്റെ x k - 1 xk. എന്ന് വിചാരിക്കുക. ഇതിന്റെ ഉള്ളിലെ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ബ്രേക്കും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ck എന്ന് പറഞ്ഞാൽ xk - 1 to xk ലെ ഏതിനൊരു പോയിന്റ് ആണ്. നമുക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. ck നെ വേണമെങ്കിൽ ഇവിടുത്തെ മിഡ് പോയിന്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പോയിന്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എന്തായാലും എടുക്കാം. xk - 1 തന്നെ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ xk എടുക്കാം, എന്ത് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ വരുമ്പോ ck എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാണ്? ck എന്ന് പറയുന്നത് ഞാൻ so let us pick ck to be the right end point. ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇന്ന് റൈറ്റ് എൻഡ് പോയിന്റ് എടുക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റ് എൻഡ് പോയിന്റ് എടുക്കുക. ഈ എളുപ്പത്തിന് ഇവിടെ ക്വസ്റ്റ്യനില് റൈറ്റ് എൻഡ് പോയിന്റ് ആയിട്ട് എടുത്തു എന്ന് മാത്രം. നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യനില് ലെഫ്റ്റ് എൻഡ് പോയിന്റ് ആയിട്ട് എടുക്കുക. തന്നെ അങ്ങനെ മാറി മാറി എടുക്കാം. ഇവിടെ എടുക്കുന്നത് റൈറ്റ് എൻഡ് പോയിന്റ് ആയിട്ടാണെന്ന് എടുക്കുന്നത്. that is ck is equal to
xk-1, xk എന്ന ഈ ഇന്റർവെല്ലിലെ റൈറ്റ് എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? xk ആണ്. സോ ck എന്ന് പറഞ്ഞാൽ xk ആണ്. അത് is equal to -2 plus 3k/n ആണ്. ദെൻ തൊട്ടുമുമ്പ് കണ്ട ഏരിയയുടെ ഫോർമുല പ്രകാരം area is equal to limit n tends to infinity an, that is equal to limit n tends to infinity sigma k equal to 1 to n f of ck xk, sorry delta x. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മ ലിമിറ്റ് n tends to infinity sigma k equal to 1 to n f of ck എന്ന് പറഞ്ഞാൽ എന്താണ്? -2 plus 3k/n ആണ്. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ഡെൽറ്റ എക്സ്, ദാറ്റ് ഇസ് ലിമിറ്റ് n tends to infinity sigma k equal to 1 to n f of x എന്ന് പറഞ്ഞാൽ 4 - x square ആണ്. അപ്പോൾ f of -2 plus 3k/n എന്ന് പറഞ്ഞാൽ 4 മൈനസ് ഇതിന്റെ സ്ക്വയർ -2 plus 3k/n ഹോൾ സ്ക്വയർ ഇൻറ്റു 3/n, ദാറ്റ് ഇസ് ഈക്വൽ ടു 3/n പുറത്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം k ഉള്ളത് മാത്രമേ സിഗ്മ കഴിഞ്ഞിട്ട് ഉള്ളിലെടുക്കേണ്ട ആവശ്യമുള്ളൂ. k ഇല്ലാത്ത എന്തിനും നമുക്ക് പുറത്തെടുക്കാം. ലിമിറ്റ് n tends to infinity 3/n sigma k equal to 1 to n 4 മൈനസ് ഇതിനെ ഈ പോർഷൻ എന്ത് ചെയ്തു? a minus b ഹോൾ സ്ക്വയർ ചെയ്തു. ഇതിനെ a അല്ലെങ്കിൽ ഇതിനെ a minus b അല്ലെങ്കിൽ a plus b എന്തുവേണം ചെയ്യാം. a plus b ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓക്കെ, ഇതിനെപ്പോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാം. ഇതിനെ മാത്രം a2 വിചാരിക്കുക, ഇതിനെ b2 വിചാരിക്കുക. അപ്പോൾ a plus b ഹോൾ സ്ക്വയർ ആണ്. a square plus b square plus 2ab അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിനൊന്നു ഈ +4 -4 കട്ട് ചെയ്ത് പോവും, അങ്ങനെ വരും. ഇനി സിഗ്മ ഓരോന്നിനും കൊടുക്കുക. ലിമിറ്റ് n tends to infinity 3/n into sigma 12/n പുറത്തെടുത്തു. സിഗ്മയുടെ sigma k equal to 1 to 1 k മൈനസ് 9/n സ്ക്വയർ പുറത്തെടുത്തു. sigma k equal to 1 to 1 k square, that is equal to limit n tends to infinity 3/n into ഇതേപോലെ ഇട്ടു 12/n. ഇവിടെ sigma k equal to 1 to 1 k എന്ന് പറഞ്ഞാൽ n into n plus 1/2 ആണ് മൈനസ് 9/n സ്ക്വയർ ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ n into n plus 1 sigma k equal to 1 to 1 k square എന്ന് പറഞ്ഞാൽ n into n plus 1 into 2n plus 1/6 ആണ്. ദെൻ രണ്ട് സ്റ്റെപ്പ് കൂടെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. ഈ 2ഉം 12ഉം കട്ട് ചെയ്ത് പോകുമ്പോൾ 6 into 3 18. ഇനി ഈ n-ഉം കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി വരുന്നത് n plus 1/n ഈ n. അപ്പോൾ n ഡിവൈഡ് ചെയ്യുമ്പോൾ 1 plus 1/n അങ്ങനെ ടേം എത്തിയത് മൈനസ് ഈ 3/n കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 9 into 6 അല്ലെങ്കിൽ 9 into 3 27, 27ഉം 6ഉം 27/6 ചെയ്യുമ്പോൾ 9/2. ദെൻ ഈ n-ഉം കട്ട് ചെയ്ത് പോയി. ബാക്കി n plus 1 into 2n plus 1 അതിൽ നിന്ന് n കൊടുത്തെടുക്കുമ്പോൾ പിന്നെ ഇവിടെ n സ്ക്വയർ ഉണ്ട്, അത് കട്ട് ചെയ്ത് കളഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ 3/2 into 1 plus 1/n into 2 plus 1/n. ഇത് രണ്ട് സ്റ്റെപ്പ് കൂടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നിരുന്ന് സിംപ്ലിഫൈ ചെയ്യുക. രണ്ടുകളെ കട്ട് ചെയ്ത് കളയാം ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലേക്ക് എത്തും. ദെൻ n tends to infinity കൊടുക്കുക. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 plus 1/infinity ഇത് ഫുള്ള് 1 ഇത് 0 ഇട്ട് പോകും. 1/infinity 0 ഇട്ട് പോകും. 1 plus 0 1 ആയിട്ട് വരും. 1 into 18 അളവ് എടുക്കും. മൈനസ് 9/2 into ഇവിടെ ഇത് 0 ഇട്ട് പോകും, ഇത് 0 ഇട്ട് പോകും. ഇപ്പൊ എന്തൊരു 1 plus 0 into 2 plus 0 that is 1 into 2 2 കട്ട് ചെയ്ത് പോകും. ബാക്കി 9 വരും. ഇവിടെ 9 വരും. that is 18 minus 9 that is equal to 9 എന്ന് കിട്ടും. ഇവിടെ ഞാൻ രണ്ട് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ ഇരുന്ന് എഴുതി നോക്കുക, ഒരു ബുദ്ധിമുട്ടില്ല. എന്നിനെ കോമൺ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ ഔട്ട്സൈഡ് ഡിവൈഡ് ഔട്ട്സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. മറ്റൊരു പ്രോബ്ലം നോക്കാം. exercise problems ആണ്. Use the definition of area to find the area of the region under the graph of f on closed interval a comma b using the indicated choice of ck. First one, f of x is equal to 2x plus 1. Closed interval 0 to 2 ആണ്. ck എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡ് പോയിന്റ് ആണ്. അപ്പോൾ അതിന്റെ ഡെൽറ്റ എക്സ് കണ്ടുപിടിച്ചു. ഡെൽറ്റ എക്സ് is equal to b minus a by n, that is equal to 2 minus 0 by n is equal to 2 by n, and x naught is equal to 0. കാരണം ഫസ്റ്റ് പോയിന്റ് 0 എടുത്തു. x1 എന്ന് പറഞ്ഞാൽ 0 plus 2 by n, that is 2 by n. x2 എന്ന് പറഞ്ഞാൽ
0 പ്ലസ് 2 into 2 by n, that is 4 by n. x3 എന്ന് പറഞ്ഞാൽ 0 plus 3 into 2 by n, that is 6 by n. In general, xk is equal to 0 plus k into 2 by n, that is 2k by n. Then xn is equal to last point, അതാണ് 2. f കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു പോയിന്റ് വേണമെങ്കിൽ എടുക്കാം ck ആയിട്ട്. xk minus 1 കോമ sk യിലെ ഏത് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ ck എടുക്കാം. ഇവിടെ ഗ്രാഫിന് ഒരു പ്രസക്തി ഇല്ല, കാരണം നമുക്ക് എന്താ വേണ്ടു, ഈ xkയും ഡെൽറ്റ എക്സ് മാത്രമേ വേണ്ടൂ, ഗ്രാഫിന് ഒരു പ്രസക്തി ഇല്ല. അപ്പൊ ഗ്രാഫ് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ ck നമുക്ക് എന്തെടുക്കാം, ഇതിൽ ഏത് പോയിന്റ് വേണമെങ്കിൽ ck എടുക്കാം. പക്ഷെ ഒരു കണ്ടുണ്ട് ck to be the left hand point ആയിട്ട് എടുക്കാൻ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് കണ്ട ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് എടുക്കാൻ ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ck-ന്. അതുകൊണ്ട് മാത്രം എന്തെടുത്തു, ck is equal to xk minus 1, that is xk minus 1 എന്താ 0 plus k minus 1 into 2 by n, that is k minus 1 into 2 by n, that is 2k by n minus 2 by n. And by the definition of area under the curve, area is equal to limit and tends to infinity sigma k equal to 1 to n f of ck delta xk. That is the limit and tends to infinity sigma k equal to 1 to n f of ck എന്ന് പറഞ്ഞത് 2k by n minus k by n, 2k by n minus 2 by n into 2 by n. And then f of x is 2k plus 1 ആണ്. So 2 into then x plus 1 into 2 by n. 2 by n പുറത്തെടുത്തു, limit sigma k equal to 1 to n 4k by n minus 4 by n plus 1, that is limit and tends to infinity 2 by n into ഓരോന്നിനും സിഗ്മ കൊടുത്തു, k എല്ലാത്തിനൊക്കെ പുറത്ത് കൊടുത്തു, ഓരോന്നിനും സിഗ്മ കൊടുത്തു. That is into limit and tends to infinity 2 by n into 4 by n ഇവിടെ ഉണ്ട്, sigma k equal to 1 to n k minus 4 by n into sigma k equal to 1 to n 1 plus sigma n equal to 1 to n 1. That is നമുക്കറിയാം sigma n equal to 1 to n in sigma k equal to 1 to n 1 എന്ന് പറയുന്നത് അർത്ഥം 1 നെ n ടൈംസ് ആഡ് ചെയ്യാനാണ് അർത്ഥം. ദാറ്റ് ഈസ് 1 plus 1 plus 1. അപ്പോൾ ഇത് കിട്ടാൻ n ആണ് കിട്ടുക. അപ്പോൾ എന്ത് കിട്ടി, ലിമിറ്റ് ഇന്റൻസിറ്റി 2 by n into 4 by n, sigma k equal to 1 to n, k എന്ന് പറഞ്ഞാൽ n into n plus 1 by 2 ആണ്. അതുപോലെ minus 4 by n into ഇത് എന്തായിട്ട് മാറി, 1 നെ n ടൈംസ് ആഡ് ചെയ്യാൻ പറഞ്ഞ n ആണ്. ഇവിടെ എന്തായിട്ട് മാറി, 1 നെ n ടൈംസ് ആഡ് ചെയ്യാൻ പറഞ്ഞ n ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് ഇന്റൻസിറ്റി ഇൻഫിനിറ്റി ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുക, കട്ട് ചെയ്ത് കളയാ, അതായത് ഇതും ഓക്കെ 4 8 8 by 2 ഇൻറ്റു ഇത് റൂട്ട് n ന് പ്ലസ് 1 ബൈ ഈ n-ഉം n-ഉം n സ്ക്വയർ മൈനസ് 4 into 2 8 n by n സ്ക്വയർ പ്ലസ് 4 2n by 2 2n by n. ലിമിറ്റ് ഇൻഫിനിറ്റി ഇതൊക്കെ കൊടുത്തു വന്നു, ഒരു ദിവസം ഇതിനെ സെപ്പറേറ്റ് ചെയ്തു, n സ്ക്വയർ ബൈ n സ്ക്വയർ പ്ലസ് n by n സ്ക്വയർ ഇവിടെ മേലെ കിട്ടി. ദാറ്റ് ഈസ് ലിമിറ്റ് ഇൻറ്റൻസ് ഇൻഫിനിറ്റി, ഇത് 1 ആയിട്ട് പോയി, 1 പ്ലസ് n നും കട്ട് ചെയ്ത് പോയി 1 by n മൈനസ് n-ഉം n-ഉം കട്ട് ചെയ്ത് കളഞ്ഞു 8 by n ആയി, ഇത് 2y. ദെൻ n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 4 into 1 plus 1 by infinity minus 8 by infinity plus 2, that is equal to 1 plus 1 into 1 plus 0 1 by infinity 0 ആണല്ലോ, എന്ത് വരും, ഉത്തരം 6 വരും. അതുപോലെ f of x is x square, ck is the right hand point, ഒരു വ്യത്യാസമില്ല, ഇതുപോലെ തന്നെയാണ് സാധാരണ പോലെ ചെയ്യുക. 1/3 എന്ന് ആൻസർ കിട്ടും.